നമസ്കാരം. നമ്മുടെ ഹിന്ദി സീഖേ എന്ന ചാനലിലെ ഹിന്ദി ക്ലാസ്സിന്റെ 3ാമത്തെ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ ക്ലാസ് 3ാമത്തെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ലിസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. സകർമ്മ ക്രിയ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയയും സകർമ്മ ക്രിയ അകർമ്മ ക്രിയ എന്താണെന്നും പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ സകർമ്മ ക്രിയയും അകർമ്മ ക്രിയയുമായിട്ട് കുറച്ച് ക്രിയകളെ ഹിന്ദിയിൽ തിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മൾ. അതെല്ലാം ഓരോ സാഹചര്യത്തിലും സകർമ്മകെല്ലാം സകർമ്മകായിട്ടും അകർമ്മകെല്ലാം അകർമ്മകായിട്ടും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇതില് പട്ട്, ലിഖ്, സുൻ, ബോൾ, ഖാ, പി, ദേഖ് ഇങ്ങനെ വരുന്ന ക്രിയകള് സകർമ്മകായിട്ടും ആ, ജാ, നഹ, ഖേൽ, ഉഠ്, ബാറ്റ്, ചൽ, സോ, രോ എന്നീ ക്രിയകൾ അകർമ്മ ക്രിയകളുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടെൻസ്, പ്രത്യേകിച്ചും കാലം അഥവാ ടെൻസ് പഠിക്കുമ്പോഴാണ് ഈ സകർമ്മ ക്രിയ അകർമ്മ ക്രിയ, ഭൂതകാലത്തിനാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വരുന്നത്. അത് നമ്മൾ ആ ടെൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഇതാണ് സകർമ്മ ക്രിയകൾ അകർമ്മ ക്രിയകൾ. അപ്പോൾ ഇനി നമുക്ക് ക്രിയാധാതു എന്താണെന്ന് നോക്കാം. സകർമ്മ ക്രിയ അകർമ്മ ക്രിയ നമ്മൾ പഠിച്ചു. ഇനി ക്രിയാധാതു. ഒരു മിനിറ്റ്. ക്രിയാധാതു എന്താന്ന് നോക്കാം. ക്രിയാധാതുവിനെ നമ്മൾ മൂൽ ക്രിയ എന്നും കൂടെ വേണമെങ്കിലും പറയാം. അതായത് ക്രിയയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള രൂപമാണ് മൂൽ ക്രിയ അഥവാ ക്രിയാധാതു. ഇപ്പോ നമ്മൾ ഒരു ക്രിയ പറഞ്ഞാൽ വെർബ് പഠന, പഠിക്കുക, ലിഖ്ന എഴുതുക, സുന്ന കേൾക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം പൂർണ്ണക്രിയകളാണ്. പഠിക്കുക, എഴുതുക, കേൾക്കുക എന്നെല്ലാം പറയുന്നത് ഇത് പൂർണ്ണക്രിയകളാണ്. ഇതിന്റെ ഈ നാ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മൂൽ ക്രിയയായ ക്രിയാധാതു കിട്ടും. അതായത് പട്ട്, ലിഖ്, സുൻ ഇതാണ് മൂൽ ക്രിയ. മറ്റേത് പൂർണ്ണക്രിയ, ഇത് മൂൽ ക്രിയ. അപ്പോ പൂർണ്ണക്രിയ കിട്ടണമെങ്കിൽ നമ്മൾ ഈ മൂൽ ക്രിയയുടെ കൂടെ ന എന്ന് ചേർത്താൽ മാത്രം മതി. ഏത് മൂൽ ക്രിയ എടുത്താലും ന എന്ന് ചേർത്താൽ പൂർണ്ണക്രിയ കിട്ടും. അപ്പോ ഇത് ക്രിയാധാതു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ ക്രിയാധാതു വളരെയധികം നമുക്ക് ആവശ്യമായി വരുന്നതാണ്. അപ്പൊ ഇതാണ് ക്രിയാധാതു. മൂൽ ക്രിയ ന ചേർത്ത് എഴുതിയിരിക്കുന്ന പൂർണ്ണക്രിയയുടെ ന മാറ്റിക്കഴിഞ്ഞാൽ മൂൽക്രിയയും, മൂൽക്രിയയുടെ കൂടെ ന ചേർത്ത് കഴിഞ്ഞാൽ പൂർണ്ണക്രിയയും നമുക്ക് കിട്ടും. നമുക്ക് ക്രിയ എന്താന്ന് നോക്കാം. ക്രിയ വെർബ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ അതിനകത്തുണ്ട് ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ഡൂയിങ് വേർഡ്സ് ആർ കോൾഡ് വെർബ് എന്ന്. അപ്പൊ പ്രവൃത്തിക്കു സൂചിത് കർണേ വാലെ ശബ്ദ് അതാണ് ക്രിയ. പ്രവൃത്തി, ആക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ക്രിയ എന്ന് പറയുന്നത്. പഠ്താ ഹെ, ലിഖ്താ ഹെ എന്ന് തുടങ്ങിയ ക്രിയകളെല്ലാം എന്ന് തുടങ്ങിയ വാക്കുകളെല്ലാം ക്രിയ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. മോഹൻ ലിഖ്താ ഹെ, രാമു സുൻതാ ഹെ. ഇങ്ങനെ വരുന്ന വെർബ് അഥവാ ക്രിയ എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ക്രിയയുടെ ബാക്കി വിശേഷങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അകർമ്മക്കും സകർമ്മക്കും ക്രിയാധാതു പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ചാനൽ ഹിന്ദി സീഖേ എന്ന ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതില് സംശയങ്ങളോ അല്ലെങ്കിൽ കമന്റുകളോ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ലഭ്യമാണ്. അപ്പൊ അതിനായി നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് സംജ്ഞ എന്താണെന്ന് നോക്കാം. സംജ്ഞ നൗൺ. നമുക്കറിയാം നൗൺ എന്ന് പറയുമ്പോൾ തന്നെ പേരാണ്. നമ്മുടെ മലയാളത്തിൽ നാമം എന്ന് പറയുന്നു. അപ്പോൾ സംജ്ഞ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാമം എന്ന് പറയുമ്പോൾ പേരായ പദങ്ങളെല്ലാം നാമം എന്ന
ശ്രേണിയിൽ വരുന്നു. അപ്പോൾ നാമി ശബ്ദവും സജ്ഞാ कहते हैं ഹിന്ദിയിലെ ഡെഫിനിഷൻ. നാമി ശബ്ദ് അതായത് പേരായ പദങ്ങൾ. ഉദാഹരണം മാളവിക അല്ലെങ്കിൽ കണ്ണൻ, തിരുവനന്തപുരം, കൊല്ലം, പുസ്തകം, പശു, ഇങ്ങനെ വരുന്ന എല്ലാ പേരായ പദങ്ങളും സജ്ഞയിൽ ഉൾപ്പെടും. സജ്ഞയുടെ 3 ഡിവിഷൻസ് ആണുള്ളത്. വ്യക്തിവാചക സജ്ഞ, വ്യക്തിവാചക സജ്ഞ, 2 ജാതിവാചക സജ്ഞ, 3 ഭാവവാചക സജ്ഞ. അപ്പോ നൗണിന്റെ 3 തരംതിരിവുകൾ, 3 പിരിവുകളാണ് വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. അപ്പോ വ്യക്തിവാചക് എന്ന് പറയുമ്പോൾ വ്യക്തി, പേര് തന്നെ ഉണ്ട് വ്യക്തിയെ കുറിച്ച്, അതായത് പേരായ പദങ്ങൾ, വ്യക്തികളുടെ പേരുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വ്യക്തിവാചകിൽ പറയുന്നത്. ജാതിവാചകം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു. ഭാവവാചകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ സജ്ഞയുടെ 3 ഭേദങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പഠിക്കാൻ ഇഷ്ടമുള്ള കൂടുതൽ പേരുടെ അടുത്ത് ഇത് എത്തിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.